ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന 3 നേരവും കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇതിനോട് കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇനി ഒരു ബൗൾ എടുത്ത ശേഷം അതിലേക്ക് നമുക്ക് 2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അതിന് പകരം ഗോതമ്പൊടി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ പൊടി വേണ്ടത് അതനുസരിച്ച് പൊടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇല്ലമ്പറും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് മൈദപ്പൊടിയിൽ ചെയ്യുമ്പോഴാണ് കൂടുതലും ടേസ്റ്റ് ഉണ്ടാകുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാള തീരെ കനം കുറച്ച് അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം കറിവേപ്പില എടുത്താലും മതിയാകും. പിന്നെ അതിലേക്ക് ക്യാരറ്റ് തീരെ പൊടിയായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുട്ടികളൊക്കെ വെജിറ്റബിൾസ് ഒന്നും കഴിച്ചു ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കി കൊടുത്താൽ മതിയാകും. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു അരമുറി പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന രീതിയിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി. നിങ്ങൾക്ക് അതിന് പകരം ഇളം ചൂടുള്ള വെള്ളത്തിന് പകരം ഇളം ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുത്താലും മതിയാകും. അപ്പോൾ ഞാനിത് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം ഇതൊന്ന് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് വീണ്ടും ഒന്നുകൂടെ കുഴച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു അരമണിക്കൂർ മാറ്റി വെക്കാം. പക്ഷേ ഞാനിത് അരമണിക്കൂറൊന്നും മാറ്റി വെക്കുന്നില്ല. നമ്മൾ കുഴച്ച ഉടനെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലോണം പരത്തിയെടുത്ത ശേഷം നമുക്കിത് ചെറിയ ബോൾസാക്കി എടുക്കാം. ചെറിയ ബോൾസാക്കി എടുത്ത ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ചപ്പാത്തിപ്പലകയിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമുക്ക് കൈവച്ചാണെങ്കിലും പരത്തിയെടുക്കാം. വളരെ ഈസിയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. കറിയുടെ ഒന്നും ആവശ്യമില്ല. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും, വലിയവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്ത ശേഷം നിങ്ങൾക്ക് ഒരു റൗണ്ട് ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പാത്രം വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് പരത്തിയെടുത്ത ശേഷം ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ ദോശക്കല്ല് അടുപ്പിൽ വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് ഈ പരത്തിയപ്പം ഇട്ട് കൊടുത്ത് തിരിച്ച് മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ തിരിച്ച് മറിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അടുത്തത് നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. 2 സൈഡും ഇതുപോലെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. വളരെ ഈസിയാണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ കൈവച്ച് പരത്തിയെടുത്തിട്ടുള്ളതാണ് ഇത്. അപ്പോൾ നമുക്ക് കൈവച്ചിട്ടാണെങ്കിലും വളരെ ഈസിയായിട്ട് ഇത് പരത്തിയെടുക്കാം. അപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. നമ്മളിത് വൈകുന്നേരത്തേക്കാണ് ഇത് കഴിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുട്ടികൾ പറഞ്ഞു അമ്മ ഇത് വീണ്ടും ഉണ്ടാക്കി തരണേന്ന്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതിൻ്റെ കൂടെ കറിയുടെ ഒന്നും ആവശ്യമില്ല. വളരെ ഈസിയായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഒരു പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഉണ്ണി കിച്ചൂസ് കറി വേൾഡ്. ബൈ.